ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെൽഡഡ് കണക്ഷൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞതിന് ശേഷം അതിൽ 3-4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്ത പ്രോബ്ലംസ് ഒന്നുകൂടെ ഒന്ന് റഫായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത് വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡബിൾ വി ബട്ട് വെൽഡിൻ്റെയും സിംഗിൾ ബി ബട്ട് വെൽഡിൻ്റെയും ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായിരുന്നു, നമ്മൾ ബേസിക് ഇക്വേഷൻ ഇത് തന്നെയാണ്. അതായത് FWD = FULWTE √3 ഗാമ MW. ഇതിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുമ്പം നമുക്ക് ഡബിൾ വി ബട്ട് വെൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ടി എന്ന് പറയുന്നത് നമ്മൾ എന്ത് തിക്നെസ് എടുക്കുമായിരുന്നു, തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് എടുക്കുമായിരുന്നു. ഓക്കെ, സിംഗിൾ വി ബട്ട് വെൽഡ് ആണെങ്കിൽ ടി വിൽ ബി = 5/8 ഓഫ് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഡിസൈൻ സ്ട്രെങ്ത് ഇക്വേഷനിലിട്ട് ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ് ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെ ഒരു ഡിസൈൻ ലോഡ് തന്നിരിക്കും. ആ ലോഡിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ലോഡിന് റിക്വയർഡ് ആയിട്ടുള്ള ലെങ്ത് ഓഫ് ദ വെൽഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അവിടുത്തെ ലെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ LW എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ FWD വിൽ ബി ഈക്വൽ ടു അല്ലേ, അതായത് ഓക്കെ FWD അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിലും നമ്മുടെ ഇക്വേഷനിൽ ഡിസൈൻ സ്ട്രെങ്ത് FWD വിൽ ബി ഈക്വൽ ടു FU × LW × TE ഡിവൈഡഡ് ബൈ √3 ഗാമ MW എന്നാണ് അല്ലേ. അപ്പോൾ അതായത് ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഡിസൈൻ ലോഡാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഈ LW വാല്യൂ എന്ന് പറയുന്നത് 1 mm ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയി FWD കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. FWD വിൽ ബി ഈക്വൽ ടു FWD എത്രയാണ്, 3.5 × LWൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തിട്ട് സോ FWD ഡിസൈൻ സ്ട്രെങ്ത് ഫോർ 1 mm ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ലോഡ് ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസൈൻ സ്ട്രെങ്ത് അപ്ലൈ. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെൽഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ FWDയുടെ സ്ഥാനത്ത്, അതായത് എക്സ്റ്റേണൽ ലോഡ് എത്രയാണ് 120 അപ്പോൾ ഈ ഡയറക്റ്റ് FWയുടെ സ്ഥാനത്ത് 120 × 10³ വിൽ ബി ഈക്വൽ ടു ഈ 3.5 × LW × 410 ഡിവൈഡ് ബൈ √3 × 1.5 കൊടുത്ത് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് LW ചെയ്യാം. രണ്ടും ശരി തന്നെയാണ്. ഞാൻ 2 രീതിയിലും പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ 1 mm ലെങ്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ആക്യുറേറ്റ് സ്റ്റെപ്പൊക്കെ എഴുതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസറാണ് ഈ 1 mm ലെങ്ത്തിന് നമ്മൾ ആദ്യം FWD കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെൽഡ് വിൽ ബി ഈക്വൽ ടു എക്സ്റ്റേണൽ ലോഡ് ബൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് എഴുതുന്നത്. സോ മാക്സിമം ഇത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രോബ്ലം നമ്മൾ ചെയ്തതായിരുന്നു. നമുക്ക് വന്ന സ്ലോട്ട് വെൽഡിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പം സ്ലോട്ട് വെൽഡിൻ്റെ പ്രോബ്ലം വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ കേസ് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ കാണും, അതായത് ഓവർലാപ്പ് ഈസ് ലിമിറ്റഡ് ടു 300 mm. അതായത് ഈ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലും നമുക്ക് വെൽഡിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 300 mm ആണ്. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമ്മളുടെ LW എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലെങ്ത്തിനേക്കാൾ നമുക്ക് ആവശ്യം വരും. അതായത് ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1060 mm മൊത്തത്തിൽ നമുക്ക് കൊടുക്കണം. പക്ഷേ നമുക്ക് ഈ ഓവർലാപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം 300 ആയിരുന്നു, ഇവിടെ മാക്സിമം 300 ആണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഡെപ്തിലും കൂടെ കൊടുത്താൽ ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് 250 ആണ്. അപ്പോൾ ഈ 3 സ്ഥലത്തും കൂടെ നമ്മൾ മൊത്തത്തിൽ വെൽഡ് ചെയ്താൽ നമുക്ക് 850 മാത്രമേ അവിടെ വെൽഡിങ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമുക്ക് ടോട്ടൽ 160 എന്ന് പറയുന്ന ആ ഒരു അത് നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. അത്രയും വെൽഡിങ് നമ്മൾ ചെയ്താലേ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് കൊടുക്കും, സ്ലോട്ട് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് വെൽഡ് കൊടുക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിനകത്ത് ഡയറക്റ്റ്ലി നമുക്കൊരു സ്ലോട്ട് വെൽഡ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടീഷൻസ് ആയിരുന്നു ഇവിടെ അതിൻ്റെ ലെങ്ത്തും കൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആ ടൈപ്പ് പ്രോബ്ലം. അപ്പം ഇതായിരുന്നു ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 2-3 രീതിയിലുള്ളൊരു അതായത് ഡിഫറൻസ് വരുന്നത്
ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ പ്ലേറ്റ് 100 mm by 10 mm സൈസ് ഹാസ് ടു ബി വെൽഡഡ് ടു എ ഗസറ്റ് പ്ലേറ്റ് യൂസിങ് 5 mm സൈസ് ഫില്ലറ്റ് വെൽഡ്. The length of the connection is limited to 100 mm and the gusset plate thickness is 10 mm. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് 100 mm by 10 mm സൈസിൻ്റെ ഒരു പ്ലേറ്റ് നമുക്ക് ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ 5 mm സൈസ് ഫില്ലറ്റ് വെൽഡ് ആണെന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആൻഡ് ലെങ്ത് ഓഫ് ദ കണക്ഷൻ എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ് ടു 100 mm. സോ ദ ഗസറ്റ് പ്ലേറ്റ് തിക്നെസ് 10 mm ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും നമ്മളുടെ ഓവർലാപ്പ് ടൈപ്പ് ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്താ മറ്റേ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് ഫിഗറിനകത്ത് ഒരു ഫിഗർ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, അതിൽ സ്ലോട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. സ്ലോട്ടിൻ്റെയോ പ്ലഗിൻ്റെയോ ആവശ്യമുണ്ടോ എന്ന് ആദ്യം ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം നമുക്കൊരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ അവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ എല്ലാം തിക്നെസ്സും തന്നിട്ടുണ്ട്. ആൻഡ് ലെങ്ത് ഓഫ് ദ കണക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 100 mm എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടെയായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെന്ന് പറയുന്നത് എന്താണ് 100 mm ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാക്സിമം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ, അതായത് സ്ട്രെങ്ത് ഓഫ് ദ സ്മോളർ പ്ലേറ്റ് വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് എന്നെടുക്കുക. അതായത് നമുക്ക് ലോഡ് തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, TDG ഈക്വൽ ടു AgFy ബൈ ഗാമ m0. ഓക്കെ, അതിൽ നമുക്ക് AG എന്ന് പറയുന്നത് എന്താ, ആ പ്ലേറ്റിൻ്റെ ടോട്ടൽ ഗ്രോസ് ഏരിയ. അപ്പോൾ 100 by 10 mm പ്ലേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 100 by 10 ഇൻറ്റു FY 250 ഗാമ m0 1.1. അത് കഴിയുമ്പോൾ നമുക്ക് TDG കിട്ടും. സോ നമുക്കറിയാം സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് വെൽഡ് ആണ്. സ്ട്രെങ്ത് ഓഫ് വെൽഡിൻ്റെ ഇക്വേഷൻ എന്താ, FWD വിൽ ബി ഈക്വൽ ടു FWD will be equal to FU LW TE by gamma MW into √3. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റായിട്ട് FWDയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും, ഈ 227.27 വാല്യൂന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് അതിനു മുമ്പ് TE വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫില്ലറ്റ് വെൽഡ് ആണ് എന്നുണ്ടെങ്കിൽ TE വിൽ ബി ഈക്വൽ ടു വാട്ട്, K ഇൻറ്റു എസ് ആയിരിക്കും അല്ലേ. TE ഈക്വൽ ടു എന്താണ്, K ഇൻറ്റു എസ് ആയിരിക്കും. കെയുടെ വാല്യൂ നമുക്കറിയാം 0.7. എസ് ആണെങ്കിൽ എസ് മിനിമവും എസ് മാക്സിമവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിലൊരു വാല്യൂ അസ്യൂം ചെയ്യും. ഓക്കെ, സോ എസ് മിനിമം എന്ന് പറയുന്നത് നമ്മുടെ 10 mm തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എത്രയാണെന്ന്, അതായത് നമ്മുടെ ടേബിളിൽ നോക്കുക എസ് മിനിമം എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് 3 mm എന്ന് കിട്ടും. അപ്പോൾ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് എസ് മിനിമം എടുക്കുന്നതെന്ന്. ദെൻ എസ് മാക്സിമം നോക്കുക. ഓക്കെ, എസ് മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേറ്റ് ആണ്, സോ ഇറ്റ് വിൽ ബി എ സ്ക്വയർ എഡ്ജ് ആയിരിക്കും ആണല്ലോ. ആംഗിൾ സെക്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ റൗണ്ട് എഡ്ജ് കണ്ടീഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും സ്ക്വയർ എഡ്ജ് ആണ് എസ് മാക്സിമം എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി T മൈനസ് 1.5. ഓക്കെ, അപ്പോൾ 10 മൈനസ് 1.5 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു, അതായത് 3ക്കും 8.5 mm ഇടയിലുള്ള ഒരു വാല്യൂ 8 mm നമ്മൾ അസ്യൂം ചെയ്ത് സൈസ് ഓഫ് ദ വെൽഡ് എഴുതും. ദെൻ ഇവിടെ നമുക്ക് പ്ലേറ്റിൻ്റെ ഡയറക്റ്റ് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. പ്ലേറ്റിൻ്റെ എന്താണ് സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു ഇവിടെ നിന്ന് LWDയുടെ വാല്യൂ ഇട്ട്, അതായത് 214.309 ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ലെങ്ത് ഓഫ് കണക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 100 mm. അതായത് നമുക്ക് ഈ ഒരു സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്ത് 100 ഓവർലാപ്പായിട്ട്. ഓക്കെ, ഈ ഒരു സൈഡിൽ 1/2. പിന്നെ വേണമെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും കൊടുക്കാം, പക്ഷേ അതിൻ്റെ എവിടെ എത്രത്തോളം കൊടുക്കാമെന്നോ ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് ഈ 2 സൈഡിലും കൂടെ കൊടുക്കാൻ പറ്റുന്ന ലെങ്ത്ത് 200 ആണ്. പക്ഷെ നമുക്കൊരു 240 എങ്കിലും റിക്വയർമെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
രണ്ട് ഓപ്ഷൻ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ സ്ലോട്ട് വെൽഡ് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലഗ് വെൽഡ് കൊടുക്കാം. ഓക്കെ, സ്ലോട്ട് വെൽഡ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിനകത്ത് ഇപ്പോൾ എത്ര സ്ലോട്ട് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് പ്ലഗ് വെൽഡ് കൊടുക്കാമെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ the length of overlap should be limited to 100 mm. So providing രണ്ട് സൈഡിലും കൂടെ വെൽഡ് കൊടുത്താലും നമുക്ക് 200 mm can be given a lap connection. Remaining 14.4 mm should be provided as plug weld. ഓക്കെ, സോ പ്ലഗ് സ്ലോട്ട് ആണെങ്കിൽ നമ്മൾ ആ സ്ലോട്ടിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, പ്ലഗ് വെൽഡ് ആണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്സ് ഡയമീറ്റർ. എത്ര ഡയമീറ്ററിലാണ് നമ്മൾ ആ പ്ലഗ് വെൽഡ് കൊടുക്കുന്നതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ആ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഇക്വേഷനാണ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ഫോഴ്സ് ടു ബി റെസിസ്റ്റഡ് ബൈ പ്ലഗ് വെൽഡ്. ഓക്കെ എന്ന് പറയുന്നത്, അതായത് ആ പ്ലഗ് വെൽഡ് റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്, അതായത് നമുക്കിനി എത്ര ലെങ്ത് ബാക്കി വേണം. ആ പ്ലഗ് വെൽഡ് കൊടുക്കുന്നത് നമ്മൾ ആ റിമൈനിങ് ലെങ്ത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അതായത് റിമൈനിങ് എത്ര ലെങ്ത്തും കൂടെ വേണം, നമുക്ക് 200 മൊത്തത്തിൽ കൊടുക്കാം. സോ 240 വേണം. അപ്പോൾ ആ 14.4 ആണ് നമ്മൾ പ്ലഗ് വെൽഡായിട്ട് കൊടുക്കുന്നത്. സോ ആ ലെങ്ത് എന്ന് പറയുന്നത് 14.4 ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ഡിസൈൻ സ്ട്രെങ്ത്, അതായത് നമ്മൾ FWD ഫോർ 1 mm ലെങ്ത്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഫോർ യൂണിറ്റ് ലെങ്ത്, അതായത് FWD ഫോർ ആ LWDൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി, 1 ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം മറ്റേ അത് സെയിം രീതിയിൽ തന്നെയാണ്. ഓക്കെ, സോ അവിടെ 1 ഇട്ട് കൊടുത്ത് നമ്മൾ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ദാറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു force will be equal to length into യൂണിറ്റ് ലെങ്ത് ഡിസൈൻ സ്ട്രെങ്ത്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് നമുക്ക് 1.06 kN എന്ന് കിട്ടും. സോ ലെങ്ത് എന്ന് പറയുന്നത് 14.4 ആണ്. അപ്പോൾ ഈ ഒരു ഇതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് അവിടുത്തെ FWD ഫോർ ഫോഴ്സ് ടു ബി റെസിസ്റ്റഡ് ബൈ ഓർ ഡിസൈൻ സ്ട്രെങ്ത് ഫോർ ദിസ് പെർട്ടിക്കുലർ ലെങ്ത് 14.4 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തു. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ യഥാർത്ഥത്തിൽ ഈ FWD എന്ന് പറഞ്ഞാൽ, ഓക്കെ, FU/√3 ഇൻറ്റു ഏരിയ എന്നായിരുന്നു, ആണല്ലോ. ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഫോർ വെൽഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് സാധാരണ നമ്മളൊരു വെൽഡ് കൊടുക്കുമ്പോൾ ഈ ഏരിയനെ നമ്മൾ ലെങ്ത് ഓഫ് ദ വെൽഡ് ഇൻറ്റു എന്തെന്ന് കൊടുത്തു, തിക്നെസ് ഓഫ് ദ വെൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറിയത്, FWD വിൽ ബി ഈക്വൽ ടു, അല്ലേ, ഇങ്ങനെയാണ് ഇക്വേഷൻ എന്തായിട്ട് മാറിയത്, FWD വിൽ ബി ഈക്വൽ ടു FU ഇൻറ്റു LW ഇൻറ്റു TE ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു γW. അപ്പോൾ ഇവിടെ നമ്മൾ ഡയമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു സർക്കുലർ ആയിട്ടാണ് ആ വെൽഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും LW ഇൻറ്റു T എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വരെ നമ്മൾ എന്ത് കൊടുക്കും, π/4 ഓഫ് D² എന്ന് പറയും. സർക്കിളിലല്ലേ നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ സ്ലോട്ടും പ്ലഗും എങ്ങനെയാണ് വെൽഡ് ചെയ്യുന്നതെന്ന് ടൈപ്പ് ഓഫ് വെൽഡിങ് കൊടുത്തപ്പോൾ, അതായത് ഇപ്പോൾ രണ്ടും ലാബ് ജോയിൻ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് 2 പ്ലേറ്റ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഹോൾസിലേക്ക് വെൽഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് നമ്മൾ സ്ലോട്ട് വെൽഡും പ്ലഗ് വെൽഡും നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു ഡയമീറ്ററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല, പകരം എന്താണ് സർക്കിളിൻ്റെ ആ ഒരു ഡയമീറ്ററാണ് ഏരിയ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, π/4 D² എന്ന് ഏരിയ എടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് അറിയാലോ, നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ, അതായത് നമ്മുടെ ആസ് പെർ കോഡ് FWD ഈസ് ഈക്വൽ ടു FU/√3 ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ വെൽഡിൽ LW ഇൻറ്റു TT എന്ന് എഴുതിയിട്ട് മൊത്തത്തിൽ ഇക്വേഷൻ FWD ഈസ് ഈക്വൽ ടു FU ഇൻറ്റു LW ഇൻറ്റു TE ഡിവൈഡ് ബൈ √3 γMW എന്ന് എഴുതുന്നത്. ഓക്കെ, സോ അവിടെ നമുക്ക് വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം, അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഫോഴ്സിൻ്റെ, അതായത് ഡിസൈൻ സ്ട്രെങ്ത് കൊടുത്തു 4 ton, ഏരിയ π/4 ഓഫ് D² √3 γW. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തു, അങ്ങനെയാണ് നമുക്ക്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ലെറ്റസ് പ്രൊവൈഡ് 12 mm ഡയമീറ്റർ പ്ലഗ് വെൽഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ ഒരു പ്രോബ്ലം.
ദെൻ അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 plates of 16 mm and 14 mm thickness are to be joined by a groove weld. ഓക്കെ, അതായത് സിംഗിൾ വി ഗ്രൂവ് വെൽഡോ ആവാം, ഡബിൾ വി ഗ്രൂവ് വെൽഡോ ആവാം. The joint is subjected to a factor tensile force of 430 kilonewton. Due to some reason, the effective length of weld could provided was 175 mm. Check the safety of the joint. ഓക്കെ, നമ്മൾക്ക് ഡിസൈൻ ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്, സേഫ്റ്റി ഓഫ് ദി ജോയിൻറ്റ്, അതായത് ജസ്റ്റ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 175 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 175ൽ കുറവ് ലെങ്താണ് വന്നിട്ടുള്ളത്, കൂടുതലായിട്ടുള്ള ലെങ്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫർ അല്ല എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമുക്ക് സിംഗിൾ വി ഗ്രൂവ് വെൽഡാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ പോലെ ഇക്വേഷൻ എഴുതുന്നു. എന്ത്? FWD FU TT LW√3/gamma mw. ഓക്കെ, സിംഗിൾ വി ഗ്രൂവ് വെൽഡ് ആണെങ്കിൽ എന്താണ്? TE വിൽ ബി ഈക്വൽ ടു 5/8 ഓഫ് മിനിമം തിക്നെസ്, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് അല്ലേ. ഇവിടെ തിന്നർ പ്ലേറ്റ് ഏതാണ്? 60 ആണോ 40 ആണോ? 40 mm ആണ്. സോ 5/8 14 കൊടുത്ത് T കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റേണൽ ലോഡ് എത്രയെന്ന് തന്നിട്ടുണ്ട്? എക്സ്റ്റേണൽ ലോഡ് 430 kilonewton എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മളുടെ ലെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ വെൽഡ് ഈസ് ഈക്വൽ ടു ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഡിസൈൻ സ്ട്രെങ്ത് ഫോർ 1 mm വെൽഡ്. ഓക്കെ, സോ ഡിസൈൻ സ്ട്രെങ്ത് ഫോർ 1 mm വെൽഡ് FWD ഈസ് ഈക്വൽ ടു FU 250 ഇൻറ്റു ഇവിടെ ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇവിടെ 250 ആണ് ഇടുന്നത്, 250 ആണ് ഇട്ടേക്കുന്നത്. ഇറ്റ് ഷുഡ് ബി FU, ദാറ്റ് ഈസ് 410 ആണ് ഇവിടുത്തെ വാല്യൂ കേട്ടോ. 250 ഇട്ടാണ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് റോങ്, ഇറ്റ്സ് 410. ഓക്കെ, FU ആണ് ഇൻറ്റു LW ഇൻറ്റു TE ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു gamma mw എന്നാണ്. ഓക്കെ, സോ ദിസ് FU എന്ന് പറയുന്നത് 410 ആണ്, ദാറ്റ്സ് ഫോർ പ്ലേറ്റ്, ഇൻറ്റു LW എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. ഓക്കെ, സോ ആ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 1 mm തിക്നെസ്സിനുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആണല്ലോ. ഇൻറ്റു TE എന്ന് പറയുന്നത് 8.75 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 1.25. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാല്യൂ അവിടെ കിട്ടും. സോ യു ഷുഡ് പ്രൊവൈഡ് ഇറ്റ് ആസ് 410. ഓക്കെ, ഇവിടെ 410 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. എന്നിട്ട് അതിന് ശേഷം എഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഫാക്ടർ ലോഡ് ബൈ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ ഈ വാല്യൂസിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ചെയ്ത് നോക്കുമ്പോൾ 410 ഇട്ട് തന്നെ ചെയ്ത് നോക്കുക. ബട്ട് ദ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഫാക്ടർ ലോഡ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അതിനുശേഷം ഫാക്ടർ ലോഡ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 430 kilonewton ആണെന്ന് തന്നിട്ടുണ്ട്. സോ 430 kilonewton ഇൻറ്റു 10 ക്യൂബ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഈ 1.75 ഇൻറ്റു എത്രയാണോ ഫോർ 1 mm. ഇൻ ന്യൂട്ടൺസിൽ എഴുതുവാണെങ്കിൽ ന്യൂട്ടൺസിൽ, കിലോ ന്യൂട്ടൺസിൽ എഴുതുവാണെങ്കിൽ കിലോ ന്യൂട്ടൺസിൽ. സോ നമുക്ക് ലെങ്ത് ഓഫ് ദ വെൽഡ് കിട്ടും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഫാക്ടർ ലോഡ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഫോർ 1 mm വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ വെൽഡ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 245.71 ആണ് കിട്ടിയത്. ഓക്കെ, അതായത് ഈ 430 ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് 245.71 ആണെന്ന് നമുക്ക് കിട്ടി. സോ വെൽഡ് എന്ന് പറയുന്നത് അൺസേഫ് ആണ്, ഇൻഎഡ്യൂക്കേറ്റ് ആണ്. അതെങ്ങനെ വന്നു? അതായത് നമുക്ക് ഈ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട ലെങ്ത് 245 ആണ്. ഓക്കെ, എത്ര? ഈ വരുന്ന 430 kilonewton റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെൽഡിന് 245.71 mm ലെങ്ത് വേണം. ഓക്കെ, എങ്കിലേ അത് സേഫ് ആവത്തുള്ളൂ. പക്ഷേ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ലോഡ് 175 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്? അൺസേഫ് ആണെന്ന് പറഞ്ഞൂടെ? 175 നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അൺസേഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡബിൾ വി ഗ്രൂവ് ടി വെൽഡ്. അപ്പം സെയിം തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ ഇക്വേഷനിൽ FY എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ദിസ് FU ആണ്. സോ അതൊന്ന് തിരുത്തിക്കൊള്ളണേ എല്ലാവരും. ഓക്കെ, ഇറ്റ് ഈസ് FU TE LW ഡിവൈഡഡ് ബൈ √3
ഗാമ എം ഡബ്ല്യു. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഇക്വേഷൻ എഴുതിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണിത്. ഓക്കെ, നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് തിരുത്തിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഈ മോഡൽ പ്രോബ്ലം ഒന്ന് നോക്കി വെച്ചേക്കുക. സോ ഡബിൾ വി ഗ്രൂവ് വെൽഡ് ആകുമ്പോൾ വ്യത്യാസം വരുന്നത് അതിൻ്റെ തിക്നെസ് TE വിൽ ബി ഈക്വൽ ടു ഡബിൾ ബി ആകുമ്പം വി ഷുഡ് ടേക്ക് ദ തിക്നെസ് ഓഫ് മിനിമം പ്ലേറ്റ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ നോക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഷെയർ ചെയ്യാം. ദറ്റ് ഈസ് FU ഇൻറ്റു TE ഇൻറ്റു LW ഡിവൈഡഡ് ബൈ √3 ഗാമ MW. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ FW is equal to FU. അതായത് നമുക്കിവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ത്രോട്ട് തിക്നെസ് TE എന്ന് പറയുന്നത് ഡബിൾ ആകുമ്പോഴത്തേക്കും തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് എടുക്കും, സിംഗിൾ ആകുമ്പോൾ 5/8 തിക്നെസ് എടുക്കും. ആ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ ബാക്കി നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന്. എന്നിട്ട് ജസ്റ്റ് ലെങ്ത്ത് നമ്മൾ എന്താണ് നമുക്ക് മാക്സിമം ലെങ്ത് ആണോ അല്ലേ ആ സേഫ്റ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന ലോഡിന് കേപ്പബിളായിട്ട് നമുക്ക് കൊടുക്കേണ്ട ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ മാക്സിമം 170 വരെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് അല്ലേ. അതായത് 175 mm വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അതിൽ കൂടുതൽ ലെങ്ത് റിക്വയർഡ് ആയിട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ ഡിസൈൻ അൺസേഫ് ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ ക്ലാസ്സിൽ കറക്റ്റിന് അതായത് ഈ വാല്യൂസ് ഇട്ട് ഒന്നുകൂടെ ചെയ്യിപ്പിക്കാം കേട്ടോ. ദെൻ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ചെയ്യുന്നത് ഇറ്റ്സ് അസിമെട്രിക്കൽ സെക്ഷൻസ് അല്ല, അതായത് പ്ലേറ്റൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ആംഗിൾ സെക്ഷൻ വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ എ ടൈ മെമ്പർ ഓഫ് എ ട്രസ് കൺസിസ്റ്റ് ഓഫ് ആംഗിൾ സെക്ഷൻ ISA 65/60/6 of Fe 4 ton grade to be welded to a 8 mm gusset plate. Design a weld to load equal to full strength of member. Assume ഷോപ്പ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം എന്തായാലും ഫിഗർ വരയ്ക്കുക. അതായത് ഒരു ടൈ മെമ്പർ, അതായത് ഒരു ഗസറ്റ് പ്ലേറ്റ് ഒരു ISA സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, എല്ലാം കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ഫിഗർ കിട്ടുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. അത് ഏത് സെക്ഷനാണെന്ന് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലൊരു പ്രോബ്ലം കിട്ടുമ്പോൾ വെൽഡഡ് ഡിസൈൻ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റീൽ ടേബിൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഈ ഒരു സെക്ഷൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ISA 65/65/6 പ്രോപ്പർട്ടീസ് എഴുതി വയ്ക്കുക. നിങ്ങൾ സ്റ്റീൽ ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. നിങ്ങളത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സെക്ഷൻസിൻ്റെ പേരിങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ISA കാണും. ആദ്യം ISA സെക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. ദെൻ കംസ് MBൻ്റെ ചാനൽ സെക്ഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾക്കിപ്പോൾ പേജ് നമ്പർ 8 എടുക്കുമ്പോൾ, ഓക്കെ, ഡയറക്റ്റ് പേജ് നമ്പർ 8 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ISA 65/65/6 പ്രോപ്പർട്ടീസ് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് അവിടുത്തെ തിക്നെസ്സും, ഓക്കെ, ദെൻ അതിൻ്റെ എന്താണ് സെക്ഷണൽ ഏരിയ, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, R max, R minimum, IXX, IYY, ഇങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ സെക്ഷൻ എടുക്കുക. ആദ്യം അതിൻ്റെ സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ അത് തന്നിരിക്കും കേട്ടോ അതിനകത്ത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കോളംസ് കാണും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ISA 65/65/6 എന്നെടുക്കും. അപ്പോൾ ഓരോന്നിനും ഹെഡിങ് കാണും, AG, IX, IY, അങ്ങനെ കുറേ കണ്ടീഷൻസാണ്. അപ്പം ഇതിന് താഴെയായിട്ട് വരുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂ അങ്ങ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ISA 65/65/6 ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഗ്രോസ് ഏരിയ ഡയറക്റ്റ് സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പേജ് നമ്പർ 8 65/65/6 നിൽക്കുന്നത്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ആ വാല്യൂ എടുക്കുക. AG = സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും mm² മാറ്റുക. ദെൻ നിങ്ങൾ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ഫിഗർ കിടക്കുന്നത്. അതായത് IXX ഡിസ്റ്റൻസും IYY ഡിസ്റ്റൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടും ഒന്നാണ്, ഒരേ വാല്യൂ ആണ്
കൊടുത്തിരിക്കുന്നത് 18.1, അതായത് പൈ എക്സ് എക്സ് ഇവിടെ ഇങ്ങനൊരു ഫിഗർ നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫിഗർ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങളുടെ സെൻട്രോയിഡൽ ആക്സസ് പോകുന്നു എന്ന് വെച്ചോ. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ലെങ്ത് L2, ദിസ് വിൽ ബി യുവർ ലെങ്ത് L1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ഈ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ്, അതായത് ഈ 18.1 എന്താണെന്ന് ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ഇത് എക്സ് ആക്സിസ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പം ഈ ഒരു എക്സ് ആക്സിസിൽ നിന്ന് അതിൻ്റെ സെൻട്രോയിഡ് വരെ പോകുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് അതാണ് ഈ 18.1 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ എടുത്തത് എന്തിനാണ് എന്ന് പറയുവാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് 65/65/6 എന്ന് പറയുന്ന ഈ ഒരു സിമെട്രിക്കൽ സെക്ഷനിൽ നമ്മൾ പ്രോബ്ലംസ്, അതായത് വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഈക്വലായിട്ട്, അതായത് പ്ലേറ്റ്സ് പോലെ ഈക്വൽ ലെങ്തിൽ വെൽഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആംഗിൾ സെക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ. ഓക്കെ, അതായത് നമ്മളൊരു ഗസറ്റ് പ്ലേറ്റിൽ ആംഗിൾസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെയും വെൽഡ് ചെയ്ത് കൊടുക്കും, ഇവിടെയും വെൽഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊരു സ്ക്വയർ എഡ്ജാണ്. അപ്പം നമ്മളിവിടെ ഈക്വൽ ലെങ്തിലോ നമുക്ക് പ്ലേറ്റ്സ് പോലെ ഈക്വൽ ലെങ്തിൽ വെൽഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. സോ ഇവിടെ ഒരു ലെങ്ത് ആയിരിക്കും L1, ഇവിടെ ഒരു ലെങ്ത് L2. അങ്ങനെ രണ്ട്, അതായത് നമ്മളുടെ ടോട്ടൽ നമ്മൾ പറയുന്ന LW എന്ന് പറയുന്നത് ഈ L1 പ്ലസ് സ്മോൾ L1 പ്ലസ് ഈ സ്മോൾ L2 ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മളിത് രണ്ടിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മറ്റടുത്തൊരു 200 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലേ, നമ്മൾ മറ്റേ പ്ലേറ്റ്സിൻ്റെ കേസിൽ നമുക്ക് ടോട്ടൽ LW 200 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളിവിടെ ഡയറക്റ്റ്ലി 100 കൊടുക്കും, ഇവിടെ 100 കൊടുത്ത് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. ഇവിടെ നമുക്കത് പറ്റില്ല. ഓക്കെ, സോ L1ഉം L2 ആയിട്ടാണ് നമ്മളവിടെ എഴുതുന്നത്. എന്നിട്ട് ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നത്. ഈ L1ൻ്റെ L2ൻ്റെ വാല്യൂ വേറെ മാർഗ്ഗമില്ല നമുക്ക് L1ഉം L2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട LW കിട്ടും. പക്ഷേ നമുക്കത് എങ്ങനെ ഡിവൈഡ് ചെയ്താൽ L1ൻ്റെയും L2ൻ്റെയും വാല്യൂ എങ്ങനെ കിട്ടണമെന്നുള്ളത് നമുക്ക് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എടുത്ത് മൊമെൻ്റ് എടുത്താലേ നമുക്ക് ആ L1 L2 ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഇക്വേഷനിൽ, ഓക്കെ, ഈ ഒരു ഇക്വേഷൻ FWD വിൽ ബി ഈക്വൽ ടു FU LWTE. ഓക്കെ, ഈ FWD നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഈ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് കണ്ടുപിടിച്ച് ഇവിടുത്തെ നമ്മൾ FWD കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം FUൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 410 ആണല്ലോ. പിന്നെ ഈ LW നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ത്രോട്ട് തിക്നെസ് നമുക്ക് K/S വഴി കാൽക്കുലേറ്റ് ചെയ്യാം. ഗാമ MW നമുക്കറിയാം. പക്ഷേ ഈ LW എന്ന് പറയുന്നത് ഈ സ്മോൾ L1 പ്ലസ് സ്മോൾ L2 ആണ് ഇൻ കേസ് ഓഫ് ദിസ് ആംഗിൾ സെക്ഷൻ. അപ്പം ഈ L1ഉം ഈ L2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് സ്റ്റീൽ ടേബിൾ എടുക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എഴുതി അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. അതായത് എക്സ് ആക്സിസിൽ നിന്ന് ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്ന ഈ 18.1 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ നമുക്ക് അതവിടെ അങ്ങനെ നമ്മൾ ഫിഗർ എല്ലാം മാർക്ക് ചെയ്ത് ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതി വെച്ചു. ദെൻ നമ്മുടെ കണ്ടീഷൻ, സ്ട്രെങ്ത് ഓഫ് ആംഗിൾ സെക്ഷൻ വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ദാറ്റ് ഈസ് TDG ഈക്വൽ ടു AGFI ബൈ ഗാമ M0. ഓക്കെ, TDG ഈക്വൽ ടു AGFI ബൈ ഗാമ M0. AG എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസ് സെക്ഷൻ ഓഫ് ആംഗിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. 7 പ്ലേറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ആ പ്ലേറ്റിൻ്റെ തിക്നെസ്സും വിഡ്ത്തും നമുക്ക് തന്നിരിക്കും, അത് വെച്ച് ഡയറക്റ്റ്ലി ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് AG സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കാം. FIയുടെ വാല്യൂ ഗാമ M0 എടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. FWD, ഇപ്പം കുറച്ച് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് എഴുതുമ്പോൾ എങ്ങനെ വേണോ എഴുതാം. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ സ്റ്റെപ്പിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയെന്നേ ഉള്ളൂ. FWD വിൽ ബി ഈക്വൽ ടു FU LWTE √3 ഗാമ MW. ഓക്കെ,
അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു എസ്. എസ് മിനിമം എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്നത് എസ് മിനിമം എസ് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ എസ് ആയിട്ട് എടുക്കും. ഇവിടുത്തെ കേസിൽ നമുക്ക് എസ് മിനിമം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ തിക്നെസ് നോക്കും, തന്നിരിക്കുന്ന തിക്നെസ് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ എസ് മിനിമം ടേബിളിനകത്ത് കാണും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ആംഗിളും ഉണ്ട്, ഗസറ്റും ഉണ്ട്. ഏതിൻ്റെ തിക്നെസ്സാണ് എടുക്കുന്നത്? നമ്മൾ ഹയർ തിക്നെസ്സാണ് എടുക്കുന്നത്. മാറിപ്പോരും, നമ്മൾ എല്ലായിടത്തും സ്മോളർ തിക്നെസ്സാണ് എടുക്കുന്നത് ഈ ഒരു കേസിൽ. അതായത് ഇപ്പോൾ നമുക്ക് ഫില്ലറ്റ് വെൽഡിൽ കെ ഇൻറ്റു എസ്സിൽ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് മിനിമം കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന തിക്നെസ് ഹയർ തിക്നെസ്സാണ്. സോ 6ഉം 8ഉം നോക്കുവാണെങ്കിൽ 8ആണ് ഹയർ. ഓക്കെ, ഇവിടെ മാത്രമേ നമ്മൾ ഹയർ എടുക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചോളണേ. സോ 8 എടുക്കുന്നു. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് മിനിമത്തിൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് 3 mm. ദെൻ എസ് മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ എസ് മാക്സിമം ഫില്ലറ്റ് വെൽഡിന് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ടി മൈനസ് 1.5 ആയിരുന്നു. ബിക്കോസ് നമ്മൾ പ്ലേറ്റ് സെക്ഷൻസ് ആണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എസ് മാക്സ് 2 ഇക്വേഷനുണ്ട്. 3/4 ഓഫ് ടി ഫോർ റൗണ്ട് എഡ്ജസ് ആൻഡ് ടി മൈനസ് 1.5 ഫോർ സ്ക്വയർ എഡ്ജസ്. ഓക്കെ, ഇവിടെ പ്ലേറ്റ് അല്ല, അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്നത് ആംഗിൾ സെക്ഷനാണ് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് അല്ലേ? ഈ വെൽഡ് ചെയ്യുന്ന ഈ പോർഷൻ എന്താണ്? സ്ക്വയർ അല്ല, ആംഗിൾ, അതായത് റൗണ്ട് എഡ്ജാണ്. സോ റൗണ്ട് എഡ്ജിൻ്റെ എസ് മാക്സ് ഇക്വേഷൻ 3/4 ഓഫ് തിക്നെസ് അറ്റ് ടോയാണ് അല്ലേ? സോ 3/4 ഓഫ് ആംഗിളിൻ്റെ ടോയിൽ തിക്നെസ് എത്ര? ആംഗിളിൻ്റെ തിക്നെസ് വിൽ ബി 6 mm. 65/65/6 ആണ്. സോ 3/4 ഓഫ് 6. എങ്ങനെയാണ് എസ് മാക്സ് 3/4 ടി ഇക്വേഷൻ എടുത്തതെന്ന് പറഞ്ഞു? നമുക്ക് എക്സ് മാക്സിൻ്റെ ഇക്വേഷൻ 2 ഉണ്ട്. ഒന്ന് ടി ഈക്വൽ ടു ടി മൈനസ് 1.5 ഫോർ സ്ക്വയർ എഡ്ജസ്, അതായത് പ്ലേറ്റ്സിനൊക്കെ. ആംഗിൾ സെക്ഷൻ എന്താണ്? എസ് മാക്സ് വിൽ ബി ഈക്വൽ ടു 3/4 ഓഫ് ടി. സോ അത് കൊടുത്തു, നമ്മൾ 4 mm എന്ന് അസ്യൂം ചെയ്തു, ടി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ 169.90, അതായത് FWD എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു. പ്ലേറ്റിൻ്റെ തിക്നെസ് ഈക്വൽ ടു 410 ഇൻറ്റു LW ഇൻറ്റു 2.8 ഇൻറ്റു √3 ഇൻറ്റു 1.25. സോ LWയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ദിസ് LW വിൽ ബി ഈക്വൽ ടു L1 പ്ലസ് L2 ആണ്. അപ്പം ഈ L1ഉം L2 എന്താണെന്ന് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ടോട്ടൽ ലെങ്ത് കറക്റ്റിന് കിട്ടും. അതിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? മൊമെൻ്റ് എടുക്കുന്നത്. സോ നമ്മളിവിടെ ഒരു പോയിന്റിൽ വെച്ചിട്ട് മൊമെൻ്റ് എടുക്കുന്നു. സോ ആ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്. സോ ആ സെൻട്രോയിഡിൽ L1 ആണ് നമ്മുടെ ഇവിടുത്തെ ലെങ്ത് ഇൻറ്റു ഈ സെൻട്രോയിഡിൽ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ L1 ഇൻറ്റു 18.1 ആൻഡ് L2 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? മൊത്തത്തിൽ 65 അല്ലേ ആംഗിളിൻ്റെ സെക്ഷൻ? 65/65 ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, സോ 65 ആണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. സോ L1 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് 18.1 ആൻഡ് L2 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്ര? 65 മൈനസ് 18.1 അല്ലേ? സോ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ 18.1 ഇൻറ്റു L1 ഈക്വൽ ടു 65 മൈനസ് 18.1 ഇൻറ്റു L2. സോ L1 ഈക്വൽ ടു 2.59 L2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അത് ഡയറക്റ്റ് LWDയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് L2ൻ്റെ വാല്യൂ കിട്ടും. സോ L2ൻ്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ആക്ച്വൽ ലെങ്ത്, അതായത് നമ്മളെപ്പോഴും പറയത്തില്ല L ഈസ് ഈക്വൽ ടു ആക്ച്വൽ LW എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് പ്ലസ് ഒരു എൻഡ് റിട്ടേൺ കൊടുക്കണമെങ്കിൽ ആ 2Sഉം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ L1ഉം L2ഉം കറക്റ്റായിട്ട് ചെയ്തിട്ട് LWൻ്റെ വാല്യൂ അങ്ങ് LW ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 എന്ന് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇവിടെ ഞാൻ എൻഡ് റിട്ടേണിൻ്റെ സ്റ്റെപ്പും കൂടെ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ വിൽ ബി കറക്റ്റ്. എന്നിട്ട് ആ ഫിഗറും കൂടെ വരച്ച് വെച്ചാൽ മതി. മനസ്സിലായോ? അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങൾക്കൊരു ആംഗിൾ സെക്ഷനാണ് കിട്ടുന്നത്. സോ ഈ ആംഗിൾ സെക്ഷൻ ആകുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് സെക്ഷൻ പോലെ ഈക്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ നമുക്ക്
ഈക്വലായിട്ട് ഇപ്പോൾ നമുക്ക് 200 mm ലെങ്ത് ആണ് നമുക്ക് ടോട്ടൽ എന്തെന്ന് പറയുന്നത് വെൽഡിന് കിട്ടുന്നതെങ്കിൽ ഇവിടെ 100 ഇവിടെ 100 ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. രണ്ടും 2 ലെങ്ത് ആണ്, ഒന്നില്ലെങ്കിൽ L1 L2 എന്ന് കൊടുക്കുക. ഓക്കെ, സോ രണ്ട് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് നമ്മൾക്ക് കിട്ടുന്ന LW എന്ന് പറയുന്നത് ഈ L1 പ്ലസ് എന്തായിരിക്കും, ഈ L2 ആയിരിക്കും. അപ്പോൾ L1ഉം L2ഉം നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിനാണ് നമ്മൾ മൊമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നിന്ന് IXXും IYYയും കാൽക്കുലേറ്റ് എടുത്തിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ L1 എന്നും L2 എന്നും കൊടുത്തു. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഇക്വേഷൻ എഴുതി, L1 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് 18.1 വിൽ ബി ഈക്വൽ ടു L2 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്, അത് എത്രയാണ്, L2 ഇൻറ്റു 65 മൈനസ് 18.1. അപ്പം ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് L1 ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് L2 എന്ന് കിട്ടും അല്ലേ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മറ്റേ സാധാ പ്രോബ്ലം ചെയ്യുന്നത് പോലെ നമ്മൾ LW ഒക്കെ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ. LWൻ്റെ വാല്യൂ മറ്റേ നമ്മൾ എപ്പോഴും നോർമലി ചെയ്യുന്ന ഇക്വേഷൻസ്, അതായത് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, LW കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഇപ്പോൾ LW വിൽ ബി ഈക്വൽ ടു അത് കൊടുക്കുക. എന്നിട്ട് L1നെ നമ്മൾ എന്താണ്, L1 ഇൻ ടേംസ് ഓഫ് L2 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആണല്ലോ. L1 വിൽ ബി ഈക്വൽ ടു 2.59 ഓഫ് L2 എന്ന് കൊടുക്കും. അപ്പം ഇവിടെ L1ൻ്റെ സ്ഥാനത്ത് L2 കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് L2 കിട്ടും അല്ലേ. സോ അതിന് ശേഷം L1 കണ്ടുപിടിക്കാൻ L2 ഇൻറ്റു 2.59, അപ്പോൾ L1 കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് L1ഉം L2ഉം കണ്ടുപിടിക്കാം. ദെൻ ആക്ച്വൽ വെൽഡ് കണ്ടുപിടിക്കാൻ ഒരു 2s കൂടെ ഇട്ടാലും മതി. ഓക്കെ, അതൊരു നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ലെങ്ത് വിൽ ബി ഈക്വൽ ടു LW പ്ലസ് ഒരു എൻഡ് റിട്ടേണും കൂടെ കൊടുക്കാമെന്ന്. സോ അതായിരുന്നു നമ്മൾ വെൽഡിങ്ങിൻ്റെ പ്രോബ്ലം. ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് റഫായിട്ടൊന്ന് ഓടിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ദെൻ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഒരുവിധം എല്ലാ പോർഷൻസിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ പോർഷനും തന്നെ കവർ ചെയ്തിട്ടുണ്ട്, 100% കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം പ്രോബ്ലംസും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വെൽഡഡിൻ്റെയും ബോൾട്ടഡിൻ്റെയും അത്യാവശ്യം വരുന്ന എല്ലാ മോഡൽസും ചെയ്തിട്ടുമുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ഡൗട്ട് ചോദിക്കാം. ആൻഡ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിതിൽ എന്തൊക്കെ പഠിച്ചു, സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് പഠിച്ചു, ഡിസൈൻ ഫിലോസഫീസിനെ കുറിച്ച് പഠിച്ചു, ദെൻ ബോൾട്ടഡ് കണക്ഷനും വെൽഡഡ് കണക്ഷനും അതിൻ്റെ ഡിസൈൻ പ്രോബ്ലം പഠിച്ചു. വെൽഡഡ് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് ബോൾട്ടഡിന് വെച്ച് നോക്കുകയാണെങ്കിൽ, ബോൾട്ടഡ് കുറച്ച് സ്റ്റെപ്സും കൂടെ വരും. ആൻഡ് ഈ ഒരു മൊഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് ബോൾട്ടഡും വെൽഡഡും ഇനി വരുന്ന മൊഡ്യൂൾസിലെ ഒരു ഭാഗം മാത്രമാണ്. അതായത് നിങ്ങളിൽ ടെൻഷൻ മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കംപ്രഷൻ മെമ്പേഴ്സാണ്. അപ്പം നമ്മുടെ ഈ ടെൻഷൻ മെമ്പേഴ്സും ഡിസൈൻ ചെയ്യും, കംപ്രഷൻ മെമ്പേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണക്ഷൻ ഡിസൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ മൊഡ്യൂൾ ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എഴുതുന്നത്, അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കാം. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ അറിയാം പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ പാർട്ട് എയിൽ നിങ്ങൾക്ക് 2 മൊഡ്യൂളിൽ നിന്നായിരിക്കും, അതായത് മൊഡ്യൂൾ 1 നിന്നും മൊഡ്യൂൾ 2 നിന്നും ആയിരിക്കും പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള എക്സാം പാറ്റേൺ K2ൻ്റെ അനുസരിച്ച് മൊഡ്യൂൾ 1ന് വെയിറ്റേജ് കൂടുതലായിട്ട്, അതായത് 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യന് മാക്സിമം അവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും, ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മൊഡ്യൂൾ 1 അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 എടുത്താലും മൊഡ്യൂൾ 3 എടുത്താലും എല്ലാം മൊഡ്യൂൾ 1ൻ്റെ സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾ മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തെങ്കിലും നിങ്ങളെന്താ എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. ഓക്കെ, മൊഡ്യൂൾ 1ൻ്റെ ഡിസൈൻ സ്റ്റെപ്സും മൊഡ്യൂൾ 2 ബോൾട്ടഡിൻ്റെ ഡിസൈൻ സ്റ്റെപ്സും വെൽഡഡിൻ്റെ ഡിസൈൻ സ്റ്റെപ്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് മൊഡ്യൂൾ 2 നോക്കാം. ഓക്കെ, താങ്ക് യു.